അവിടുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു ചായയും പിന്നെ ഒരു കട്ട്ലേറ്റ് ഒക്കെ കുടിച്ചിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് തപ്പി നിൽക്കണ്ടായിരുന്നേ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പോണ യാത്രയിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കായിരുന്നു. ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നേരെ വെച്ച് പിടിച്ചു വിട്ട് എങ്ങടെ നമ്മുടെ പള്ളിയിലേക്ക് എറണാകുളത്ത് വന്നിട്ട് എടപ്പള്ളിയിൽ പോയില്ലെങ്കിൽ എങ്ങനെയല്ല ശരിയാവണേ. അവിടെയൊക്കെ പോയിട്ട് ഒരു 2 മെഴുതിരിയൊക്കെ കത്തിച്ച് ഒരു പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് സമാധാനമൊക്കെ കിട്ടിയിട്ടാണ്. നമ്മളവിടെ എത്ര സമയത്ത് നൊവേനയൊക്കെ നടക്കണം. അപ്പോൾ നൊവേനയിലൊക്കെ കൂടാനായിട്ട് പറ്റി. പിന്നെ അവിടുന്ന് നേർച്ചയൊക്കെ കഴിച്ചിട്ട് ഈ ജ്യൂസ് കടയിലേക്കായിട്ട് വന്നിട്ടുണ്ടെന്ന്. ജ്യൂസല്ല, ഷേക്ക് കട. ഇവിടെ ഒരു ഷേക്കിന് 49 രൂപയുള്ളൂ കേട്ടോ. ഏത് ഷേക്ക് എടുത്താലും 49 രൂപ. നമ്മൾ 3 ഷേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ ലുലു മാളിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി ടൈം ഉണ്ടല്ലോ. നമ്മൾ ഗെയിം സോണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ പൊന്നേ എൻ്റെ തല കറങ്ങി തുടങ്ങി. പിന്നെ ഈ ടെഡി ബിയറിനെ എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ പൈസ എറിഞ്ഞ് കളിക്കണം. പിന്നെ വെച്ചാൽ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ച് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഇല്ലേ പ്രൊമോഷൻ വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സുമതി വളവിൻ്റെ ഒക്കെ പ്രൊമോഷൻ വീഡിയോ അവിടെ ഭയങ്കര തിരക്കാറുണ്ട്. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നോട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരു പരക്കം പാച്ചിലുണ്ട് എങ്കട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഒയ്യോ, ട്രെയിൻ വരുന്ന ടൈമായപ്പോൾ ഞങ്ങൾ ഓടിയ സ്ഥലത്തോടെ പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. അമ്മാതിരി ഓട്ടാണ് ഞങ്ങൾ ഓടിയത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഞങ്ങൾ ഓടി.